ചെറിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാൾ കൂടിച്ചേരലുകളുടെയാണ്, സന്ദർശനങ്ങളുടെയാണ്, എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതിൻ്റെയാണ്. നമ്മോടൊപ്പം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ചേരുന്നുണ്ട്. മറ്റ് പാണക്കാട് അംഗങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങളെ ഈദാശംസകൾ. നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഞാൻ ഇന്നലെ നേർന്നിരുന്നു. ഒന്നുകൂടി ഈദാശംസകൾ നേരുകയാണ്. പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. പെരുന്നാളിൻ്റെ ഒരു പ്രധാന ബന്ധുവീടുകൾ സന്ദർശിക്കുക, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നൊക്കെയാണ് പെരുന്നാൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ പള്ളിയുടെ തൊട്ടടുത്ത ഞങ്ങളുടെ ഒരു തറവാട് വീടായിട്ട് അറിയപ്പെടുന്ന വീടാണ് പഴപുരക്കൽ തറവാട്. അതിൻ്റെ പിന്മുറക്കാനാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇവരെല്ലാവരും തന്നെ നമ്മുടെ തറവാടിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് പിതാക്കന്മാരും അവരുടെ പിതാക്കന്മാരും അവരൊക്കെ തന്നെ ജനങ്ങളോടൊപ്പം നിന്നവരാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ നാട് കടത്തപ്പെട്ട പോയിട്ടുള്ള നമ്മുടെ പിതാമഹന്മാരുണ്ട്. അപ്പോൾ അവരും അവരുടെ മക്കളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വീടുകൾ ആ വീടുകളിലൊക്കെ സന്ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിരുന്നൂട്ടുക എന്നുള്ളതാണല്ലോ പെരുന്നാൾ. ആ വിരുന്നിലേക്കാണ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസമൊക്കെ നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോകുന്നൊരു പ്രതീതിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഓരോ പെരുന്നാളും നമുക്ക് ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് കൊണ്ടുവരിക. നമ്മളിപ്പോഴും പറയില്ല കുട്ടികൾക്കാണ് പെരുന്നാളെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കുട്ടികളാവുന്നു പെരുന്നാളിൻ്റെ ദിവസം. ഈ തവണത്തെ പെരുന്നാളിന് നമ്മളെല്ലായിടത്തും കേൾക്കുന്നത് ലഹരിക്കെതിരായ വലിയൊരു സന്ദേശം എല്ലാവരും നൽകാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എത്രമാത്രം പ്രധാനപ്പെട്ടത്? ഇപ്പോൾ ഞങ്ങളിപ്പോൾ പെരുന്നാളിൽ പള്ളിയിൽ ഇമാമിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ഇമാമിൻ്റെ പ്രസംഗത്തിലും അദ്ദേഹം പ്രധാനമായും ഊന്നി പറഞ്ഞ അതാണ് ലഹരിക്കെതിരെ മദ്യവ്യാപനത്തിൻ്റെ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായി നിലയുറപ്പിക്കണം. അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം ഓരോ മഹല്ലുകളിലും അത് രൂപപ്പെടണം. ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ തടുക്കാൻ കഴിയുന്നതല്ല ഇത്. ഓരോ പള്ളി അതുപോലെ മഹല്ല് അതിൻ്റെയൊക്കെ നേതൃത്വം ആ കാര്യത്തിൽ കൂടുതൽ താല്പര്യത്തോടെ മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞു. യുവാക്കളെ കുറേ കൂടി ഇതിലേക്ക് സജീവമാക്കി. അതെ, യുവാക്കളെ കാരണം വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെയാണല്ലോ ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലിതില്ലല്ലോ, നമ്മുടെ കുട്ടികളിത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പലപ്പോഴും അനുഭവങ്ങളും സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരിൽപ്പെട്ടവരാണ് അതിലേക്ക് പെടുന്നത്. അപ്പോൾ ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മഹല്ലും എല്ലാവരും ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവോടെ ഒറ്റക്കെട്ടായ രീതിയിൽ ഇതിനൊക്കെ എതിർക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെയാണ് സന്ദർശനങ്ങളുണ്ടോ? സന്ദർശനങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട് കുറേയൊക്കെ സന്ദർശിക്കും. എന്നിട്ട് പിന്നെ ഉച്ചയോട് കൂടി പിന്നെ വരും. നമ്മളെല്ലാ വർഷവും പെരുന്നാൾ ദിവസം ഒരുമിച്ച് കാണാറുള്ളതാണ്. അതെ, പെരുന്നാളിന് നമ്മളെ കുടുംബത്തിലും സുഹൃത്തുക്കളുടെയൊക്കെ വീടുകൾ സന്ദർശിക്കലും ആ ബന്ധം പുതുക്കലും പിന്നെ ഒരു മാസത്തെ വൃദ്ധാനുഷ്ഠാൻ അതിലുള്ള വിശുദ്ധി വളരെ എല്ലാം കൊണ്ടും എല്ലാവരോടും ഒരു കാണാനുള്ള അതെ അതെ. പെരുന്നാളിലെ പള്ളി നിസ്കാരം കഴിഞ്ഞ് തറവാട് വീടുകളിലേക്ക് ആദ്യമായി ഈ ഒരു വീട് പഴയകാല തറവാട് വീടാണ്. അതിലേക്ക് ആദ്യം ഇവിടെ ചായസൽക്കാരവും അതുപോലെ മറ്റുള്ള വീട്ടിലേക്ക് പ്രവേശിക്കുകയും മറ്റുള്ള ആദ്യം രാവിലെയുള്ള സന്ദർശനങ്ങളുമാണ് പെരുന്നാളിന് പ്രത്യേകിച്ചുമായി. ഈ റംസാൻ മാസം 29 ഏറ്റെടുത്ത് അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷം പരിപാടികൾ ഒരുമിച്ചാണോ? ഇനി എല്ലാവരും ഒരുമിച്ചാണ്. പെരുന്നാളിൻ്റെ സന്തോഷം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതാണ് എപ്പോഴും ആഘോഷങ്ങളെ ഓർമ്മയിൽ തങ്ങി നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് പാണക്കാട് കുടുംബം ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.